പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, തിരസ്കരിക്കപ്പെട്ടിട്ടുള്ളവർക്ക്, അവഗണിക്കപ്പെട്ടിട്ടുള്ളവർക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ ഉപേക്ഷയായി വിചാരിക്കപ്പെട്ടവർക്ക്, എളിമയാക്കപ്പെട്ടവർക്ക്, തള്ളിക്കളഞ്ഞവർക്ക് ആശ്വാസമായി കർത്താവ് എഴുന്നേറ്റ് വരും എന്ന് അവർക്കൊരു പ്രത്യാശ കൊടുക്കുകയാണ്. മാസഡോണിയയിൽ വെച്ച് താനും തന്നോടുകൂടെയുള്ളവരും അനുഭവിച്ചതായ കഷ്ടതയെ എടുത്തു കാണിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, എളിയവരെ ആദരിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. താൻ ഇങ്ങനെ എഴുതുന്നു, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വിതൗട്ട് വെയർ ഫൈറ്റിങ്സ്, വിതിൻ വെയർ ഫയർ എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ടുള്ള ഒരു വാളും കുന്തവും ഉപയോഗിച്ചിട്ടുള്ള ഒരു യുദ്ധമല്ല, തമ്മിൽ പടവെട്ടിയതായ ഒരു യുദ്ധമല്ല, എന്നാൽ അതിനേക്കാട്ടിലും ഭയങ്കരമായിട്ടുള്ള ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തകർത്ത് കളയുന്നതായ ഒരു അനുഭവം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ എറിഞ്ഞു കളഞ്ഞ, ഉപേക്ഷയായി വിചാരിച്ച, ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളെ മാനിക്കാതെ ഞങ്ങൾ സംസാരിച്ച ഇടങ്ങളിലൊക്കെ ഞങ്ങളെ അപമാനിച്ചതായ ഒരനുഭവം. അവിടെ ഞങ്ങൾക്ക് ഭയമുണ്ടായി. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്, കർത്താവിലുള്ളതായ വിശ്വാസത്തെ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമോ, കൃപയിൽ നിന്ന് തകർന്നു പോകുമോ എന്ന് പോലും വിചാരിച്ചതായ ഒരു സമയം ഞങ്ങൾക്ക് മാസിഡോണിയയിൽ അനുഭവിക്കേണ്ടി വന്നു പ്രിയമുള്ളവരെ എന്ന് കൊരിന്ത്യ സഭയോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പല രീതിയിൽ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരുന്നതായ കൊരിന്ത്യ സഭയ്ക്ക് വിശ്വാസ നിമിത്തം അല്ലെങ്കിൽ കർത്താവിങ്കിലേക്ക് കടന്നു വന്നത് നിമിത്തം അനേക ഇടങ്ങളിൽ ഉപേക്ഷയായി വിചാരിക്കപ്പെട്ടതായ, താഴ്ത്തപ്പെട്ടതായ ഒരു മനോഭാവത്തോടുകൂടെ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടതായ ജനങ്ങൾക്ക് ആശ്വാസമായി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എളിയവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന സമയങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല. നാം വിചാരിക്കുന്നതിനപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി വിചാരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ആ കൊരിന്ത്യ സഭയോട് പറയുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും അക്ഷരികമായ യുദ്ധത്തെക്കാൾ കൂടുതൽ വലിയ യുദ്ധ അനുഭവങ്ങളാണ് നമുക്കൊക്കെയും അനുഭവിക്കേണ്ടി വരുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുമുള്ളതായ അനുഭവത്തെ അല്ലെങ്കിൽ ആ മുന്നറിയിപ്പിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയിൽ കർത്താവ് പറയുകയാണ്, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും എന്ന് പറഞ്ഞാൽ യുദ്ധശ്രുതി യുദ്ധങ്ങളെക്കാൾ കഠിനമായിട്ടുള്ളതായ ഒരു അനുഭവമാണ്. യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ചെറുതാണെങ്കിലും യുദ്ധശ്രുതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രാണനെയും ഒന്നായി തിന്നുകളയുന്നതായ ഒരു അനുഭവമാണ് യുദ്ധശ്രുതി എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന് യുദ്ധം, അക്ഷരികമായ യുദ്ധം മാസിഡോണിയയിൽ ഇല്ലായിരുന്നു എങ്കിലും ആ യുദ്ധത്തെക്കാൾ വലിയ വേദന അനുഭവത്തിൽ കൂടെ അപ്പോസ്തലനായ പൗലോസിനും തന്നോടുകൂടി ഉള്ളവർക്കും കടന്നു പോകേണ്ടതായിട്ട് വന്നു. മുഴുവനായിട്ട് അവരെ ഉപേക്ഷിച്ച് കളഞ്ഞതായ, എറിഞ്ഞു കളഞ്ഞതായ, കൂടെ ഉണ്ടായിരുന്നവരും അവരാശ്രയിച്ചവരും നിന്നവരും എല്ലാം, അവർ കരുതിയവരെല്ലാം അവരെ തള്ളിക്കളഞ്ഞതായ അല്ലെങ്കിൽ താഴേക്ക് കാഷ് ഡൗൺ ചെയ്തിട്ടുള്ളതായ ഒരു അനുഭവം പൗലോസിന് നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും അവിടേക്ക് ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നെന്ന് പറഞ്ഞതുപോലെ തീത്തോസിൻ്റെ വരവിനാൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് പൗലോസ് പറയുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ യുദ്ധത്തിന് സമാനമായ അനുഭവത്തിൽ കൂടെ, കഷ്ടത്തിൽ കൂടെ, അകത്ത് ഭയവും പുറത്ത് യുദ്ധവും എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോഴും പുറത്ത് നമുക്ക് യുദ്ധസമാനമായ ഒരു അനുഭവം, അകത്ത്
ഒരു മാനുഷിക ഭയം അല്ലെങ്കിൽ ഒരു ആത്മീയ ഭയവും നമ്മെ നേരിടുമ്പോൾ നമ്മൾ അങ്ങ് താഴ്ത്തപ്പെട്ടു പോകും. നമ്മൾ ഉപേക്ഷയായി വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒന്നുമില്ലാത്തതുപോലെ ഇനിയും ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുകയില്ല, ഇനി ഒരു വെളിച്ചം കാണുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നും കാണുവാനും ആശ്വസിക്കുവാനും ദൈവമുഖത്തേക്ക് നോക്കി പ്രത്യാശ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതായ ഒരു മാനസിക അനുഭവം നമുക്കുണ്ടാകും. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവിടെ നമ്മെ സഹായിക്കുവാൻ ദൈവം ചില തീത്തോസ്മാരെ എഴുന്നേൽപ്പിക്കും. ദൈവം അയച്ചിട്ട് ചില വ്യക്തികളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. നമുക്കായി കർത്താവ് യുദ്ധം ചെയ്യും. എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എളിയവരുടെ വഴികളെ നിരീക്ഷിക്കുന്നതായ ഒരു കർത്താവുണ്ട്. അവരെ കർത്താവ് തള്ളിക്കളയുകയില്ല. എളിയവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും പുകഴ്ച പ്രാപിക്കും. എളിയവൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ശ്രദ്ധ അവിടെയൊക്കെയുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എളിയവർക്ക് വേണ്ടി നന്മ ചെയ്തവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അപ്പോൾ എളിയവരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പത്താണ്. അവർ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അവരറിയാത്തതായ ഒരു വഴി അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന എളിയവർ ആരുണ്ടോ അവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ വലിയൊരു നിശ്ചയം, നമുക്ക് വലിയ തരുന്നതായ ഒരു പ്രത്യാശ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിന് ഉടമകളായി നാം തീരുമ്പോൾ, നാം ഏതെല്ലാം ഭാഗങ്ങളിൽ എളിമപ്പെടുന്നുണ്ടോ, എളിയവരാക്കപ്പെടുന്നുണ്ടോ, ഉപേക്ഷിക്കപ്പെടുന്നുണ്ടോ, തള്ളിക്കളയപ്പെടുന്നവരുണ്ടോ, അങ്ങനെയുള്ള അനുഭവത്തിലൊക്കെയും കർത്താവ് നമുക്കായിട്ട് എഴുന്നേൽക്കും. നമ്മുടെ ജീവിതത്തെ കർത്താവ് അറിയുന്നുണ്ട്. നമ്മുടെ പോക്കിനെയും വരവിനെയും കർത്താവ് അറിയുന്നുണ്ട്. ഒരു സ്ഥാനത്ത് വെച്ച് നാം ഉപേക്ഷിക്കപ്പെടുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോൾ, താഴ്ത്തപ്പെടുമ്പോൾ, നാം അല്ലെങ്കിൽ ആരുമില്ലാത്തവരായി മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ദൈവമാണെന്നുള്ളതായ ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഇതാ നാം അറിയാത്തതായ ചില വഴികൾ, പുതുവഴികൾ, ചില വ്യക്തി ജീവിതങ്ങൾ, ചില ശബ്ദങ്ങൾ നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി സംവാദം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭക്തന്മാരുടെ ജീവിതത്തിലൊക്കെയും അങ്ങനെയുള്ളൊരു അനുഭവങ്ങളാണ് അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ കാരണമായി തീർന്നത്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവർക്ക് ശക്തി പകർന്നത് ആ ഒരു നിശ്ചയമാണ്, ആ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ വളർന്നു വന്നതിനാൽ അവർക്ക് കർത്താവിൻ്റെ മുഖത്തെ കാണുന്നതിനിടയായി തീർന്നു. പ്രത്യാശയുടെ അവസാന സന്ദർഭങ്ങളെ അവരുടെ ജീവിതം കർത്താവിൽ അവസാനിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു. അവരുടെ ജീവിതം വൃഥാവായി പോയില്ല, അവരുടെ പ്രയത്നം വൃഥാവായി പോയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന എളിയവനെ ദൈവം മാനിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മോട് പറയുന്നത്, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം ഞങ്ങളെയും ആശ്വസിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളിൽ ദൈവത്താൽ സഹായം ലഭിച്ചിട്ടുള്ളതായ അനുഭവം നമുക്കുണ്ടെങ്കിൽ നമുക്കും ആ പൗലോസിനോട് കൂടെ ചേർന്ന് പറയാം, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. എൻ്റെ കഷ്ടതകളിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ പ്രയാസങ്ങളിൽ എനിക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ താഴ്ചകളിൽ, എൻ്റെ വീഴ്ചകളിൽ എളിയവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ട്, എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യാശ വയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കഷ്ടതകളുടെ സമയത്ത് കർത്താവിൽ പ്രത്യാശിക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി വരും, നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും എന്നുള്ളത് ദൈവവചനത്തിൽ നിന്നും നമുക്ക് അനേകരുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നതായ ഒരു സത്യമാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നതായ ആ വലിയ നല്ല വചനവും അതാണ്. നിന്റെ കഷ്ടതയിൽ നീ തകർന്നു പോകരുത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം, നിന്നെ ഭയം അലട്ടുന്നുണ്ടെങ്കിലും, ആരുമില്ല എന്ന് ഇനിയും നീ വെളിച്ചം കാണുകയില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും, നിന്നെ അയച്ചത് ദൈവമാണെങ്കിൽ, നിന്നെ തിരികെ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ നിന്നെ താഴ്ത്തിക്കളഞ്ഞത് ദൈവം അറിയുന്നുണ്ടെങ്കിൽ, ഉയർത്തുവാൻ ദൈവത്താൽ സാധ്യമായിട്ടുള്ളതായ ചില വഴികൾ നാം അറിയാത്തത് ദൈവത്തിൻ്റെ സമയത്ത് പ്രത്യക്ഷപ്പെടും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, ദൈവത്തിൻ്റെ സഹായങ്ങൾ അല്ലെങ്കിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, അതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം, വിശ്വാസത്താൽ അതിനെ അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. പ്രത്യാശയുള്ളവരായി തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.